ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർ വരെ ഇപ്പം കേളിയിലേക്ക് സ്വിച്ച് അങ്ങനത്തെ കുറേ സംഭവം. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള നോർമൽ ഹെയർ ആയിരിക്കും, അവർ കേളിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ഇത് ശരിക്കും നാച്ചുറലി എൻ്റെ ഒരു സജഷൻ, നമ്മുടെ പാറ്റേൺ, ഹെയർ പാറ്റേൺ ഏതാണോ അതിനായിട്ടുള്ള ഒരു ലുക്കിലേക്ക് നമ്മൾ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ബൊട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്ചറിൽ ചേഞ്ചസ് വരും. ബൊട്ടോക്സ് ചെയ്യുന്നത് എന്നൊരു അഭിപ്രായത്തിൽ നല്ലതാണ്, പക്ഷെ അത് ആർക്കാണ് നല്ലത് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാവർക്കും നല്ലതല്ല, എല്ലാവർക്കും വേണ്ട. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ ബൊട്ടോക്സ് ചെയ്യാറ്, ഇപ്പോൾ 2-3 സെലിബ്രിറ്റീസ് ഉണ്ട്, പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഞാനിതാ ഈ ചെവിയുടെ ഇവിടുന്ന് മാത്രമുള്ള ഏരിയയാണ് ബൊട്ടോക്സ് ചെയ്യാറ്. ഇവിടുന്ന് എത്രയാണ്, ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഏരിയ മാത്രം. ചിലർക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു കേൾസ് ഉണ്ടാവും, അത് അവർക്ക് പോണി കെട്ടുമ്പോഴും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കേൾസ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് ആദ്യമൊക്കെ കുറെ വാക്സ് സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കും. പക്ഷെ അതിന്റെ ഈ വാക്സ് സ്റ്റിക്ക് ഒക്കെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഹോട്ട് മെൽറ്റ് ആയിട്ടൊക്കെ മുഖത്തേക്ക് വരിക, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ഫീൽ വരിക, അതുകൊണ്ട് അവർക്ക് പറ്റില്ല. അപ്പൊ അവർക്ക് അവിടെ മാത്രം ബൊട്ടോക്സ് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. ശരിക്കും ചിലർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അത് ഞാൻ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് ഫുൾ ഹെയർ വേണ്ട. ഇപ്പം ചില ആൾക്കാരുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുടിയാണ് അത്, ഞാൻ പറഞ്ഞുതരാം. ഈ ബ്ലോ ഡ്രൈ ചെയ്താലും ബ്ലോ ഡ്രൈ ചെയ്തിട്ടില്ലെങ്കിലും താഴത്തേക്ക് കുറച്ച് കേൾസ് മേലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കും ഇവിടെ ഒക്കെ ചിലപ്പോൾ കേൾസ് ഉണ്ടാവും. അപ്പോൾ അവിടെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അതിന് പകരം ചിലപ്പോൾ ഒരു തിക്ക് അൺമാനേജബിൾ ഹെയർ ഉണ്ട്, കോംബ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് ഫുൾ ഹെയർ ബൊട്ടോക്സേ പറ്റത്തുള്ളൂ. എന്നാൽ അവരുടെ ഒരു ഡെയിലി ബേസിസിൽ അവർക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ അവർക്ക് കേളാണെങ്കിൽ പോലും, ഇപ്പോൾ ഭയങ്കര ഒരു ഹെവി തിക്ക് കേളി ഹെയർ ആണെങ്കിൽ പോലും ഈ ഡെയിലി പ്രോഡക്ട്സ് ഇട്ട് കോംബ് ചെയ്ത് ഡിഫ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ബൊട്ടോക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല.